ഹൈവേയിൽ അനാവശ്യമായ ലൈറ്റുകൾ, ധാരാളം റെഡ് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾ, സിഗ്നൽ ലൈറ്റുകൾ വലിയ ഡിലേ ഉണ്ടാക്കുകയാണ്. ഒരു ദേശീയപാത എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വളരെ വേഗത്തിൽ പോകാനുള്ളതാണ്. ഇതിപ്പോൾ വേഗത തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായി ഈ ലൈറ്റുകൾ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഹൈവേയിൽ ചെയ്യുന്നത് യു ടേൺ എടുത്ത് വരലാണ്, അണ്ടർപാസ് വഴിയും ഓവർബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു അല്പം ലാഭിക്കാൻ വേണ്ടി ഈ റോഡിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു അല്പം ലാഭിക്കാൻ വേണ്ടി ചില ഓട്ടോറിക്ഷയൊക്കെ റോങ് സൈഡിൽ കയറി വരുന്നതാണ്. അതൊന്നും ഒരു രാജ്യത്തും അനുവദിക്കുന്നതല്ല. നമ്മളെ തന്നെ അപകടപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് സംസാരിച്ചതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായിട്ട് വിളിച്ചിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ, ബ്ലാക്ക് സ്പോട്ടുകളും നമ്മൾ പരിഹരിക്കാൻ അവർ നടപടിയെടുത്തില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചെയ്യും. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ അവരെ എസ്റ്റിമേറ്റ് നാളെ മറ്റന്നാളെ തരാമെന്നുണ്ട്. അവർ തന്നിട്ട് അത് ഉടനെ ഒന്നും പ്രായമല്ലെന്ന് കണ്ടാൽ നമ്മളെ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കാര്യം, ഈ 2 ജംഗ്ഷനാണ് കണ്ടത്. ഒന്ന് കോട്ട അവിടെ കണ്ടു, അത് ഇവിടെയും കണ്ടു. അവിടുത്തെ ജംഗ്ഷൻ ഈ ആതിരപ്പള്ളി എന്നൊക്കെ വരുന്നതിന് എന്ത് ഒരു പ്രായോഗികമായി നമ്മൾ ചെയ്യാനാണ്? അല്ല, അവിടെ നമ്മൾ പിന്നെ ഇപ്പുറത്തെ ഒരു സിക്കിങ് ഇരിക്കുന്നല്ലോ, അതിൻ്റെ മുമ്പിൽ കൂടെ റോഡിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ്. പക്ഷേ ഈ വളരെ 90 ഡിഗ്രിയിൽ ഇറങ്ങുന്നതാണ് അവിടുത്തെ അപകടത്തിൻ്റെ ഒരു ടേണിംഗ് ആണ്. ആ ടേണിൽ അവിടെയാണ് ഈ 90 ഡിഗ്രി ഇറങ്ങുന്നത്. അത് വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടെ ലെഫ്റ്റ് സൈഡിൽ അതിരപ്പള്ളിക്ക് വരുന്ന ആളുകൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് എടുക്കാനൊക്കെ, റൈറ്റിലോട്ട് പോകാൻ പാടില്ല ശരിക്കും. അപ്പം ലെഫ്റ്റ് എടുക്കാനായിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് തുറന്നിടാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്രാഷ് ബാരിയർ എടുത്ത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പിടിക്കും. എന്നിട്ട് ഹൈവേയിലെ ഇറങ്ങാനുള്ളവർ ആ കടയുടെ ചിക്കിങ്ങിൻ്റെ മുമ്പിൽ വന്ന് അതിൽ പാരലായിട്ട് ഇറങ്ങാൻ പറ്റും. പാരലായിട്ട് ഇറങ്ങി അത്രയും അപകടമില്ല. പിന്നെ നമ്മൾ ഈ റോഡുകളൊക്കെ കറക്റ്റാണ്. നമ്മളെ തെറ്റെന്താണെന്നറിയാം, വിദേശ രാജ്യങ്ങളിൽ പറയുന്നവർ സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് എന്ന് എഴുതി വയ്ക്കും. ആ സ്റ്റോപ്പിൻ്റെ അവിടെ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രൈവർമാർ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് 2 വശവും നോക്കിയതിന് ശേഷം അപകടമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുന്നോട്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ, വരുമ്പോഴേ അങ്ങ് പോവില്ലേ. ആണ് ഒരുപാട് സിഗ്നലാണ് വളരെ ശരിയാണ്. അല്ല, സിഗ്നൽ പരമാവധി ഞങ്ങളിപ്പോൾ നോക്കുന്ന ഇന്നത്തെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പരമാവധി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാർ ആലുവ വരെയും നമ്മൾ നോക്കിയിട്ടുണ്ട്. പരമാവധി സിഗ്നലുകൾ അണയ്ക്കുക എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഫ്ലോ, അതായത് ട്രാഫിക് ഫ്ലോ ഉണ്ടാക്കാൻ ഈ സിഗ്നലുകൾ ബദൽ മാർഗ്ഗങ്ങൾ അനാവശ്യമായ സൈഡിൽ നിന്നുള്ള എൻട്രൻസ്, പിന്നെ ഈ സിഗ്നൽ ലൈറ്റുകൾ പരമാവധി ഓഫ് ചെയ്തിട്ട് യു ടേണുകളും കാര്യങ്ങളും കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പ്ലാൻ പല സ്ഥലത്തും തയ്യാറാക്കിയിട്ടുണ്ട്. അതാ സ്ഥലത്ത് MLA-മാരും ജനപ്രതിനിധികളുമായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കും. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയതിന് ശേഷം ഫൈനലായിട്ട് തീരുമാനം ഉണ്ടാക്കുകയും അടിയന്തരമായ നടപടി വരികയും ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, മിന്നൽ വേഗത്തിൽ നടപടി വരും. ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നതല്ല, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും നേരിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം സ്കെച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ഇനി ചർച്ച ചെയ്യും. അവർ ചെയ്യേണ്ട വർക്കുകൾ അവരെ കൊണ്ടും. അവർ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സനീഷ് ആ കമ്മിറ്റിയിലുള്ളതാണ്, ഞങ്ങൾ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ട്രാഫിക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്.